കടൽ ജലം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അത് നിൽക്കുന്നത്. ഇതിൻ്റെ ഷേപ്പ് ഒരിക്കലും മാറില്ല. ഇതൊരു യൂണിവേഴ്സൽ ഫിനോമിനനാണ്. ഇതിൽ വെള്ളം കയറുമ്പോഴേക്കും ഇത് വെള്ളം സ്പിറ്റ് ചെയ്യും. CRZ-ന് MS സ്വാമിനാഥൻ കമ്മീഷൻ പ്രത്യേക റിപ്പോർട്ട് കേരളത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ. കാരണം 3.5 കോടി ജനം എവിടെ താമസിക്കും. ഇപ്പോൾ വെർട്ടിക്കൽ കൺസ്ട്രക്ഷനാണ് ഇപ്പോൾ അഡ്വൈസബിൾ ആയിരിക്കുന്നത്. പക്ഷേ വെർട്ടിക്കൽ കൺസ്ട്രക്ഷൻ ചുമ്മാ കൊണ്ടുവയ്ക്കരുത്. സോയിലിൻ്റെ സ്ട്രെങ്ത് പഠിക്കണം. അതെ. പഠിച്ചിട്ട് എവിടെയൊക്കെ എന്തൊക്കെ ആകാവൂ എന്നുള്ളൊരു നയമാണ് സർക്കാർ രൂപീകരിക്കേണ്ടത്. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. മിന്നൽ പ്രളയം നമുക്കെന്നും വലിയ ദുരന്ത ഓർമ്മ സമ്മാനിച്ച ഒരു വാക്കാണിത്, മിന്നൽ പ്രളയം. അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ. 2018 മിന്നൽ പ്രളയവും ദുരന്തവും ഒക്കെ തന്നെ എത്രയോ പേരുടെ ജീവൻ കവർന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരൊറ്റ രാത്രി കൊണ്ട് വലിയ രീതിയിൽ മഴ പെയ്യുകയും 9 പേർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തു. ഉരുൾപൊട്ടലുണ്ടായി. നാശനഷ്ടങ്ങൾ പലയിടത്തായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള മിന്നൽ പ്രളയങ്ങൾ അടുത്ത കാലത്തായി കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു? കേരളത്തിൽ ഇനിയും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾക്ക് ഈ മിന്നൽ പ്രളയം കാരണമാകുമോ? എന്താണ് ഇതിന് അടിസ്ഥാനപരമായിട്ടുള്ള കാരണം? എങ്ങനെ നമുക്ക് ഈ വെല്ലുവിളിയെ അതിജീവിക്കാൻ സാധിക്കും? പരിശോധിക്കാൻ നമുക്ക് നമ്മോടൊപ്പം ചേരുന്നു മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ എൽ അജിത്ത്. പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ ആഴത്തിൽ റിപ്പോർട്ട് ചെയ്യുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള മാധ്യമപ്രവർത്തകനാണ് അദ്ദേഹം. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസവും കേരളത്തിലുണ്ടായി മിന്നൽ പ്രളയം. ഇതൊരു സ്ഥിരം സംഭവമായിട്ടുണ്ട്. കഴിഞ്ഞ 2018 ഡാമുകൾ നിറഞ്ഞിരുന്നു. അത് തുറന്നു വിട്ടതുകൊണ്ട് അത് വലിയ ദുരന്തമായി മാറി. ഇപ്രാവശ്യം ഡാമുകൾ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു, അല്ലെങ്കിൽ വെള്ളം അത്രയേറെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു, അല്ലേ? ആ ഡാമുകൾ സ്റ്റോർ ചെയ്യപ്പെട്ടു, വെള്ളം കൂടുതലായി ഒഴുക്കേണ്ടി വന്നില്ല. എങ്കിലും ഒരു ആശങ്ക ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിൽക്കുകയാണ്. ഇനിയും ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമോ? അത് കടുക്കുമോ? എന്താണ്, വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ? ഇനി കൂടിക്കൊണ്ടിരിക്കും ഇതിൻ്റെ ഫ്രീക്വൻസി. ഇപ്പോൾ തന്നെ അപ്രതീക്ഷിതമായ മഴയെന്നാണ്. ഇപ്പോൾ എൽനിനോ വന്നതുകൊണ്ട്, അല്ലെങ്കിൽ വരൾച്ചയാണ് നമ്മൾ എൽനിനോയിലൂടെ പ്രതീക്ഷിക്കുന്നത്. ഈ വരൾച്ച എന്ന് പറയുമ്പോൾ ചൂട് കൂടുന്നു. ഇതിനെല്ലാത്തിനും ആത്യന്തികമായ ഒരു ശാസ്ത്രീയ കണ്ടെത്തൽ എന്ന് പറയുന്നത് ആഗോള താപനം, ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിംഗ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നതാണ് കാലാവസ്ഥ വ്യതിയാനം. ആളുകൾ ഇപ്പോൾ പെട്ടെന്ന് പറയും കാലാവസ്ഥ വ്യതിയാനം. അല്ല, കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാക്കുന്നത് ഗ്ലോബൽ വാർമിംഗ് ആണ്. ഓക്കെ. ഈ ചൂട് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുമ്പോഴാണ് കാലാവസ്ഥയുടെ താളം തെറ്റുന്നത്. അപ്പോൾ അതാണ് എൻ്റെ ശാസ്ത്രീയമായ ശരിയായുള്ളൊരു രീതി. ഓക്കെ. അപ്പോൾ അത് കൂടിക്കൊണ്ടിരിക്കുന്നു. ആർട്ടിക്കിലും അന്റാർട്ടിക്കിലും ഐസ് മെൽറ്റ് ചെയ്യുന്നു. ഈ ആർട്ടിക്കിലും അന്റാർട്ടിക്കിലും ഐസ് മെൽറ്റ് ചെയ്യുമ്പോൾ സമുദ്ര ഉപരിതലത്തിൽ വെള്ളം കൂടും. കറക്റ്റ്. മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഈ ചൂട് കൂടുന്നത് കൊണ്ട് തന്നെ സമുദ്ര ഉപരിതലത്തിൽ ജല ചൂട് പിടിക്കുന്നു. ഇത് ചൂട് പിടിക്കുമ്പോൾ നീരാവിയായിട്ട് ഇത് അന്തരീക്ഷത്തിൽ പോകുന്നു. ഓക്കെ. ചുരുക്കി പറയുകയാണ്, ലിയോ പറഞ്ഞ ആ ഒരു പോയിന്റിലേക്ക് എത്താൻ വേണ്ടി പറയാം. ചൂട് കൂടിയ അന്തരീക്ഷത്തിൽ നിന്നും ഈ നീരാവി ഇങ്ങനെ പോയി മേഘമായിട്ട് കെട്ടി നിൽക്കും. എന്നിട്ട് ഇത് ഈ കടൽക്കാറ്റിൽ തന്നെ, പടിഞ്ഞാറൻ കാറ്റിൽ തന്നെ അത് സഞ്ചരിച്ച് എവിടെയെങ്കിലും നമ്മളെ സംബന്ധിച്ച് നമ്മുടെ വെസ്റ്റേൺ ഗോട്ട്സിലും മറ്റുമൊക്കെ ചെന്ന് തട്ടി അതങ്ങ് നിൽക്കില്ല. അതിൻ്റെ വെയിറ്റ് കാരണം അത് വീഴുന്നു. ഈ ക്ലൗഡ്, ഈ ക്ലൗഡ് മൗണ്ടൻ എന്ന് ഞാൻ വിശേഷിപ്പിക്കാം. ഇപ്പോൾ വളരെ നേരിയ മഴയാണെങ്കിൽ ക്ലൗഡിൻ്റെ അല്ലെങ്കിൽ മേഘപാളികളുടെ എണ്ണം കുറവായിരിക്കും, ഘനം കുറവായിരിക്കും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങ് പറഞ്ഞനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചൂട് കൂടുന്നത് കൊണ്ട് തന്നെ കൂടുതൽ വെള്ളം നീരാവിയായി മുകളിലേക്ക് പോകും. അപ്പോൾ ഈ മേഘപാളികളുടെ എണ്ണം കൂടുതലാണ്, ഘനം കൂടുതലാണ്. ഇതാണ് ക്ലൗഡ് ബേസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് കുറേ കൂടി എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടി ഏകദേശം 8 കിലോമീറ്റർ വരെയാണ് സാധാരണഗതിയിൽ ഈ മേഘത്തിൻ്റെ ഒരു ഘനം, ഈ ഒരു ഡെപ്ത്. അതിപ്പോൾ 12 കിലോമീറ്റർ വരെ ആയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. അത് ശരിയാണ്? അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും തന്നെ, ലോകത്തെ എല്ലാ മനുഷ്യരും തന്നെ, നമ്മൾ ഈ ഇലക്ട്രിസിറ്റിയാണ് ഇതിന് പ്രധാന കാരണം. ഓക്കെ. ഇലക്ട്രിസിറ്റി ഇതിനകത്ത് നിന്ന് ഒരു ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ചൂടെന്ന് പറയുന്നത് സാധാരണ അന്തരീക്ഷ ഊഷ്മാവിനേക്കാൾ 300 ടൈംസ് ഹൈ ആണ്. ഓക്കെ. 300 ഇരട്ടി കൂടുതലാണ്. അപ്പോൾ മനുഷ്യരെല്ലാവരും സൗകര്യത്തിന് വേണ്ടി AC ഉപയോഗിക്കുന്നു, ഫാൻ ഉപയോഗിക്കുന്നു, ലൈറ്റും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. കോൺക്രീറ്റും കൂടുതൽ അല്ല, അത് റിഫ്ലക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട്. സിമെൻറ്റിൻ്റെ എന്ന് പറയുന്നത് 199 വർഷം സിമെൻറ്റിൻ്റെ കോൺക്രീറ്റ് സ്ട്രക്ചർ പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് പറയുകയാണ്, കോൺക്രീറ്റ് സ്ട്രക്ചറുകൾ ബ്രീത്ത് ചെയ്യുകയാണ്, ഓക്സിജൻ എടുക്കുകയാണ്. സിമെൻറ്റ് സ്ട്രക്ചറുകൾ ഓക്സിജൻ വലിച്ചെടുക്കുകയാണ്. അപ്പോൾ മനുഷ്യർക്ക്, നമ്മളെപ്പോലുള്ളവർക്ക് ശ്വസിക്കേണ്ട ഓക്സിജൻ്റെ അളവ് കുറവാണ് കിട്ടുന്നത്. ഒരു മനുഷ്യൻ, ശരാശരി മനുഷ്യൻ, നല്ല ആരോഗ്യമുള്ള ഒരാൾ 29% മാത്രമേ അയാൾക്ക് ഓക്സിജൻ അയാൾ എടുക്കുന്നുള്ളൂ.
അന്തരീക്ഷത്തിൽ നിന്ന് ഈ അണ്ടകടാകത്തു നിന്ന്. ഓക്കെ. ബാക്കി അതിൽ കൂടുതൽ വരുന്നതെല്ലാം ഈ കോൺക്രീറ്റ് സ്ട്രക്ചർ എടുക്കുന്നു. ഇതുകൊണ്ടാണ് യൂറോപ്പിൽ, പ്രത്യേകിച്ച് ലണ്ടനിലൊക്കെ, അവിടെ ഈ പ്ലാസ്റ്ററിങ് പുറത്തില്ല, ചെങ്കൽ ഇത് construction. ഇവിടെ യൂറോപ്യൻസ് ഉണ്ടായിരുന്നപ്പോൾ കെട്ടിയ പള്ളികളും സ്ഥാപനങ്ങളും എല്ലാം ചെങ്കലിൻ്റെ നിറത്തിലല്ലേ, ശ്രദ്ധിച്ചിട്ടില്ല? അതെ അതെ. അപ്പോൾ അതൊക്കെയാണ് അത് അവർ അന്ന് ശാസ്ത്രീയമായി ചെയ്തതാണ്. ഓ, അവിടെ അങ്ങനെയുള്ള ഭൂശാസ്ത്ര സ്ഥലങ്ങളുണ്ട്. ലാറി ബെക്കറിൻ്റെ സ്ഥലം, ബെക്കർ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നാൽ നിങ്ങൾ അരണ്ട വെളിച്ചം മാത്രമുള്ള ബിൽഡിങ്ങുകൾ കാണാം. കാരണം എന്താ, അവർ പ്ലാസ്റ്റർ ചെയ്യുന്നില്ല. ഓക്കെ. അവിടെ പ്ലാസ്റ്റർ ചെയ്യുന്നില്ല. കാരണം എന്താ, അത് ഈ സിമെൻറ്റിൻ്റെ ഇതിൽ ഈ ഓക്സിജൻ എടുക്കുന്നു, ചൂട് റിഫ്ലക്റ്റഡ് ഹീറ്റ് ഉണ്ടാകുന്നു. ഈ സിമെൻറ്റിൽ അടിച്ചിട്ട് ഇത് എമിറ്റ് ചെയ്യുന്ന ഹീറ്റും കൂടുതലാണ്. അല്ല, ഈ വികസനത്തിൻ്റെയും ഒക്കെ കാര്യം കൂടുതലായി നമ്മൾ കാണുന്ന രാജ്യങ്ങൾ ഇത്രയേറെ കൺസേൺഡ് ആയിട്ടാണ്, ഇത്രയേറെ അവരിത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. നമ്മുടെ ഇവിടുന്ന് കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും സെക്രട്ടറിമാരും വിദ്യാഭ്യാസമുള്ളവരെല്ലാം ഇങ്ങനെ സഞ്ചരിച്ച് അവിടേക്ക് പോയി എല്ലാം കണ്ട് സുഖിച്ച് വരികയാണ്, അവിടുത്തെ വെതറൊക്കെ അന്വേഷിച്ച്. പക്ഷേ ഇങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് പഠിക്കുന്നില്ല. കാരണം അവിടെ ഇത് പറയുമ്പോഴും അവിടെ എല്ലാത്തിനും ഹൗസിങ്ങിന് ഒരു പോളിസി ഉണ്ട്. ഓക്കെ. കമേഴ്ഷ്യൽ ബിൽഡിങ്ങിന് വേറെ പോളിസി, ഹൗസിങ്ങിന് വേറെ പോളിസി. ഇവിടെ എനിക്കിഷ്ടമുള്ളത് പോലെ ലിയോയുടെ വീടിനേക്കാൾ വലിയ വീട് എനിക്ക് വയ്ക്കാം. എവിടെയാണ് വെക്കുന്നു എന്നുള്ളതല്ല, എൻ്റെ സ്ഥലത്ത് എനിക്കിഷ്ടമുള്ള പോലെ വയ്ക്കാം, എനിക്ക് എന്ത് ഡിസൈനിൽ ചെയ്യാം. അവിടെ അതില്ല. ഓരോ ഭാഗത്തും ഇന്ന ഡിസൈനിലേ ചെയ്യാവൂ, അത് പ്ലാസ്റ്റർ ചെയ്യാൻ പാടില്ല. അങ്ങനെ നിയമമുണ്ടത്. ഇതാണ് ശാസ്ത്രീയമായിട്ടാണ്. അതല്ലാതെ അങ്ങനെ ഉണ്ട്. അപ്പം ഇത് അല്ലാതെ ജനങ്ങളോട് വ്യക്തിവിരോധം നടത്താൻ വേണ്ടിയല്ല സർക്കാർ ജീവിക്കുന്നത്. ഇവിടെ ജനങ്ങൾ നമ്മൾ മത്സരിച്ച് നമ്മുടെ ഈഗോ കാണിച്ച് നമ്മുടെ ഒരു ദുരഭിമാനത്തിൻ്റെ പ്രശ്നമായിട്ടാണ് ഈ കൺസ്ട്രക്ഷൻ വീടുകൾ വയ്ക്കുന്നത് മത്സരത്തിൽ. ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അവിടെ കേരളത്തിൽ തന്നെ ആ നിർമ്മാണത്തിൽ വന്നിട്ടുള്ള മാറ്റം, നിർമ്മാണ രീതിയിൽ വന്നിട്ടുള്ള മാറ്റം കഴിഞ്ഞ ഒരു അരനൂറ്റാണ്ട് കൊണ്ട് ഭീമമായിട്ടുള്ള വളരെ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ചേഞ്ചസ്. അതിൻ്റെ വേറൊരു പ്രശ്നം, സോഷ്യോളജിക്കലി നമ്മളെല്ലാ കുടുംബങ്ങളും അണുകുടുംബങ്ങളായിട്ടും ഒരാൾ വീട്ടിൽ വളരുന്നു, കല്യാണം കഴിക്കുമ്പോൾ അയാൾ വേറെ വീട് വയ്ക്കുകയാണ്. അതെ. അപ്പോൾ അതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു സോഷ്യോളജിക്കൽ ഇമ്പാക്റ്റ്. ആ വീടുകൾക്ക് തന്നെ ഇത്തരത്തിലുള്ള നയമില്ലാത്തതുകൊണ്ട്, സർക്കാർ നയമില്ലാത്തതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വീട് വയ്ക്കാം. അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ. പിന്നെ വീട്ടിൻ്റെ മുറ്റത്തെല്ലാം ഇപ്പോൾ എല്ലാവരും ടൈല് പാവുകയാണ്, അല്ലെങ്കിൽ സിമെൻ്റ് ഇടുകയാണ്. അപ്പോൾ ഈ കാര്യത്തിലൊക്കെ ഒരു നയം വേണം, ഇണങ്ങി നിൽക്കുന്ന വേണം. അങ്ങനെയുള്ള എത്ര രാജ്യങ്ങളുണ്ട്. നമ്മളെക്കാളും ഫ്രജൈലായിട്ടുള്ള ആംബിയൻസ് ഉള്ള ഭൂപ്രകൃതിയുള്ള തായ്ലൻഡിൽ ചെന്ന് നോക്കൂ. നമ്മുടെ ആലപ്പുഴയുടെ കുട്ടനാടിനെ കമ്പയർ ചെയ്യുന്നത് നെതർലൻഡ്സുമായിട്ട്. അതിലേക്ക് നമുക്ക് അതിലേക്ക് വരണം. എനിക്ക് കൃത്യമായി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഈ ക്ലൗഡ് ബേസ്റ്റിംഗ്, നമ്മൾ ക്ലൗഡ് രൂപപ്പെടുന്നതിനെ കുറിച്ച് പറഞ്ഞു. ആ ക്ലൗഡ് ഇപ്പോൾ അടുത്ത കാലത്തായി, ഞാൻ വായിച്ച മറ്റൊരു ലേഖനത്തിൽ നിന്ന് മനസ്സിലാക്കിയത്, അടുത്ത കാലത്തായി ഈ ക്ലൗഡുകൾ നേരത്തെ കടലിന് മുകളിൽ രൂപപ്പെട്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ കേരളത്തിനടുത്തേക്ക്, അറബിക്കടലിൽ ആണ് നിലനിന്നിരുന്നത്, ഇപ്പോൾ കേരളത്തിനടുത്തേക്ക് കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി എന്ന് കേട്ടു. എനിക്കൊന്ന് ഗ്ലോബൽ വാർമിങ്ങിൻ്റെയും കാറ്റിൻ്റെ ഗതിമാറിയതിൻ്റെയും ഒക്കെ തന്നെ കാരണം കൊണ്ടായിരിക്കണം. അല്ല, അത് സംഭവമൊക്കെ അതൊക്കെ ആണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൻ്റെ ഭൂവിസ്തൃ എത്രയാണ്? 600 കിലോമീറ്റർ അല്ലേ. ഇവിടെ നിന്ന് നമ്മൾ കാസർഗോഡ് കാഞ്ഞങ്ങാട് വരെ പോകുമ്പോൾ 600 കിലോമീറ്റർ, 590 കിലോമീറ്റർ തന്നെ കോസ്റ്റൽ ഏരിയയുണ്ട്. കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയിൽ കോസ്റ്റൽ ഏരിയ എന്ന് പറയുന്നത് 600 കിലോമീറ്ററിൽ കോസ്റ്റൽ ഏരിയ 592 കിലോമീറ്ററും കോസ്റ്റൽ ഏരിയയാണ്. അപ്പോൾ കേരളത്തിന് പ്രത്യേകിച്ച് കടലിൻ്റെ അടുത്തോട്ട് ഭൂപ്രകൃതി പോകുന്നില്ല, കടൽ ഇങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുന്നത്, സർജ് കൂടുകയാണ്. കാരണം എന്താ, ഈ നേരത്തെ പറഞ്ഞ ആർട്ടിക്കിൾ അന്റാർട്ടിക്കിൽ ഐസ് മെൽറ്റ് ചെയ്യുമ്പോൾ കടലിൻ്റെ ജലം കൂടുകയാണ്. കടൽ ജലം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അത് നിൽക്കുന്നത്. ഇതിൻ്റെ ഷേപ്പ് ഒരിക്കലും മാറില്ല. ഇതൊരു യൂണിവേഴ്സൽ ഫിനോമിനാണ്. ഇതിൽ വെള്ളം കയറുമ്പോഴേക്കും ഇത് വെള്ളം സ്പിറ്റ് ചെയ്യും, ഇത് പുറത്തോട്ട് തള്ളും. അങ്ങനെയാണ് ഈ നമ്മൾ കോസ്റ്റൽ എറോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്ലൗഡ് ബേസ്റ്റിംഗ് സംഭവിക്കുന്നത് ഏതെങ്കിലും മലപ്രദേശത്താണ് എന്നുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും വെള്ളം താങ്ങി നിർത്താൻ സാധിക്കാത്ത വിധത്തിൽ അത് ഉരുൾപൊട്ടലിലേക്ക് പോകും. അതാണ് സംഭവിക്കുന്നത്. ഉരുൾപൊട്ടലിന് എനിക്കൊന്നും കുറച്ച് സമയം കൊണ്ട് കൂടുതൽ വെള്ളം ചെറിയ പ്രദേശത്ത് വീഴുകയാണ് എന്നുണ്ടെങ്കിൽ ദുരന്തം ഭയങ്കരമായി. തടാകത്തിൻ്റെ പരിസരത്ത് കവിഞ്ഞൊഴുകി കഴിഞ്ഞാൽ ഇത്ര മീറ്റർ എന്നും പറഞ്ഞിട്ട് സ്വീപ്പേജ് ഉണ്ട്, ഇതിന് ഒഴുകി പോകാനുള്ള. നമ്മളെല്ലാവരും വാട്ടർ ഫ്രണ്ടിൽ വീട് വേണം എന്നും പറഞ്ഞല്ലേ ഇവിടെ ഇപ്പോൾ നമ്മുടെ ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഇൻഡസ്ട്രീസിൽ നിൽക്കുന്നവരെല്ലാം വാട്ടർ ഫ്രണ്ട് പറഞ്ഞിട്ടല്ലേ എല്ലാ കൺസ്ട്രക്ഷനും ഫ്ലാറ്റും അപ്പാർട്ട്മെൻറ്റ്സും ഒക്കെ കെട്ടുന്നത്. വീടുകൾ വയ്ക്കുന്നവരും പറ്റുമെങ്കിൽ നദീതീരത്തായിക്കൊള്ളാം എന്നും പറഞ്ഞൊക്കെയാണ് ചെയ്യുന്നത്.
അപ്പോൾ നമ്മളിത് ഈ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് ഈ പറഞ്ഞ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് സംസാരിച്ച് തുടങ്ങിയത് എപ്പോഴും മുതൽ 2004 സുനാമി മുതലാണ്. ഓക്കെ, അതിനുശേഷമാണ് ആളുകളെല്ലാം ഇതിനെക്കുറിച്ചൊരു നമ്മൾ ഗൗരവമായി എടുത്തത്. അതിനു മുമ്പ് ഈ അന്താരാഷ്ട്ര ക്ലൈമറ്റിനെ കുറിച്ച് പഠിക്കുന്ന സെമിനാറുകളിൽ മാത്രമൊക്കെയാണ് ഈ ചർച്ചകൾ, അല്ലെങ്കിൽ സയന്റിസ്റ്റുകൾ തമ്മിൽ മാത്രം. വളരെ കറക്റ്റായിട്ട് പറഞ്ഞു ലിയോ. അതിനകത്തൊരു സംഭവം എന്ന് പറയുന്നത് പാരീസ് സമ്മിറ്റ് എന്ന് പറയും. എൻവയോൺമെൻറ്റൽ പാരീസ് സമ്മിറ്റ് എന്ന് പറയും. അറ്റ്മോസ്ഫിയറിൻ്റെ സയൻസ് പഠിക്കുന്ന പാരീസ് സമ്മിറ്റുകളാണ് എല്ലാ വർഷവും ഉണ്ടാകാറുണ്ട്. ഈ നമുക്ക് 2018 ശേഷം തന്നെ എനിക്ക് തോന്നുന്നു 10-30 എണ്ണം പാരീസിൽ നടന്നിട്ടുണ്ട്. ഇതെല്ലാം എൻവയോൺമെൻറ്റ് സമ്മിറ്റുകളെല്ലാം നടക്കുന്ന പാരീസിലാണ്. അതിനകത്തൊരു ചരിത്രപരമായ ഒരു സംഭവം എനിക്കൊരു ഭാഗ്യമുണ്ടായത് 2007 IPY ഇൻ്റർനാഷണൽ പോളാർ ഇയർ എന്ന് പറയും. ഇൻ്റർനാഷണൽ പോളാർ ഇയർ എന്ന് പറയുന്നത് 50 വർഷത്തിലൊരിക്കൽ സംഭവിക്കുന്ന 60 രാജ്യങ്ങളിൽ നിന്നും 2000-ൽ പരം എൻവയോൺമെൻറ്റ് സയൻറ്റിസ്റ്റുകളുടെ ഒരു സമ്മിറ്റാണ് IPY. അപ്പോൾ അവർ 50 വർഷത്തെ അവരുടെ നിരീക്ഷണം അവിടെ പങ്കുവയ്ക്കും. അപ്പോൾ IPY ഇപ്പോൾ ഏറ്റവും കൂടുതൽ നടന്നത് 2007 ഫെബ്രുവരി മാസത്തിലാണ്. ഞാനും അവിടെ നെതർലൻഡ്സിലും ഫ്രാൻസിലും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്ന സമയമാണ്. പങ്കെടുക്കാൻ പോയതല്ല, എനിക്ക് ഫെലോഷിപ്പ് കിട്ടി പോയപ്പോൾ ഉണ്ടായതാണ്. അപ്പോൾ അന്ന് ആഞ്ചല മാർക്കൽ, അന്നത്തെ യൂറോപ്യൻ യൂണിയൻ്റെ ഹെൽത്തിൻ്റെ ആളെന്നുള്ള നിലയ്ക്ക് ചാൻസലറായിരുന്നു, ജർമ്മൻ ചാൻസലറായിരുന്നു. പക്ഷേ വലിയ രാജ്യം എന്നുള്ള നിലയ്ക്ക് ജർമ്മൻ ചാൻസലറായിരുന്നു ഓൺ ബിഹാഫ് ഓഫ് എൻ്റയർ യൂറോപ്യൻ യൂണിയൻ. അവരതിൽ പങ്കെടുത്തു. അവർ പങ്കെടുത്തിട്ട് ഈ ഗ്ലോബൽ വാർമിങ്ങിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യിച്ച് കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാക്കുന്നതിന് രാജ്യങ്ങൾ അവരുടെ ബഡ്ജറ്റിൽ ഫണ്ട് അലൊക്കേഷൻ നടത്തണം. രാജ്യങ്ങൾ എല്ലാ രാജ്യങ്ങളും അവർ അഡ്രസ്സ് ചെയ്ത് പറയുകയാണ്. പക്ഷേ 100% ഇൻഡസ്ട്രിയലൈസ് ചെയ്തിരിക്കുന്ന അമേരിക്കയെ പോലുള്ള ഒരു രാജ്യത്തെ എങ്ങനെ നിയന്ത്രിക്കും? ഓൺ ബിഹാഫ് ഓഫ് യൂറോപ്പ് എനിക്ക് അഷുറൻസ് തരാം, ഞാനതിനെ ലിമിറ്റ് ചെയ്യാം, 2030 കാർബൺ എമിഷൻ കുറച്ച് ലിമിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് അവർ വാഗ്ദാനം ചെയ്തു യൂറോപ്പ്. പക്ഷേ അമേരിക്ക ആര് നിയന്ത്രിക്കും? അപ്പോഴാണ് നമുക്ക് മോഡി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് പറയുന്നു, കാർഷിക വിളകൾ അതും ഇതും ഇങ്ങനെ വിജനമായി കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം നികത്തി നമുക്ക് ഇൻഡസ്ട്രികൾ ഉണ്ടാക്കാം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാർബൺ എമിഷൻ വരുന്നത് എവിടെ നിന്നാണ്? മോട്ടോർ വാഹനം, പിന്നെ ഈ കൺസ്ട്രക്ഷൻ. എനിക്കൊന്ന് ഇപ്പോൾ ഈ ഇലക്ട്രിക് വാഹനങ്ങൾ വരുന്നതോടുകൂടി ആ ഒരു വിഷയത്തിലൊരു വലിയ തോതിൽ മാറ്റം ഉണ്ടാകും. അതാണ് വീണ്ടും നമ്മൾ നെതർലൻഡ്സിൻ്റെ അവിടെ ഇപ്പോൾ അവിടെയാണ് 100% ഇലക്ട്രിക് വാഹനങ്ങളാണ്, ബാറ്ററി എനേബിൾഡ് ആയിട്ടുള്ള വാഹനങ്ങളാണ് കൂടുതൽ ഓടുന്നത്. അതാണ് അവിടെയാണ് എനിക്ക് നമ്മുടേതിന് സമാനമായിട്ടുള്ള ഭൂപ്രദേശങ്ങളുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ സ്ഥലങ്ങൾ, അവിടെയൊക്കെ ഏത് രീതിയിലാണ് ഇത്തരത്തിലുള്ള പ്രളയം അല്ലെങ്കിൽ ശക്തമായ മഴ ഇവയൊക്കെ തന്നെ അതിജീവിക്കുന്നത്? തായ്ലൻഡിൽ നമ്മുടെ കുട്ടനാടിനേക്കാളും സ്ലഗിഷായിട്ട് വാട്ടർ ബോഡീസ് ഇങ്ങനെ സഞ്ചരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ ആൾവാസമുണ്ട്. അതെല്ലാം ജിൽറ്റ് കെട്ടിയിട്ടാണ്, കുറ്റി അടിച്ചിട്ട് അതിൻ്റെ വെള്ളം വീട് വെച്ചിരിക്കും. എന്നിട്ട് ഇവർക്കെല്ലാം ചെറിയ തോണികളുണ്ട്, തുഴയുന്ന ചെറിയ ബോട്ടുകളുണ്ട്. ഇത് വെച്ചിട്ട് ഇത് ലൈവ്ലിഹുഡാക്കി മാറ്റി. അവിടെ പ്രളയമില്ലേ? പ്രളയം ഉണ്ടല്ലോ, അവിടുത്തെ വെള്ളത്തെ അവരും തടയുന്നില്ലല്ലോ. ഇതെല്ലാം കുറ്റി അടിച്ചിട്ട് വെള്ളം അടി കൂടെ ഒഴുകുന്നു, മേളിൽ ആളുകൾ താമസിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് ചില പാലങ്ങൾ ഉണ്ടാകും. എന്നിട്ട് അതിന് നമ്മളെപ്പോലുള്ള വിസിറ്റേഴ്സ് ടൂറിസ്റ്റുകൾ പോകുമ്പോൾ ഈ വീട്ടമ്മമാർ പപ്പയ, പേരയ്ക്ക തുടങ്ങിയതെല്ലാം കട്ട് ചെയ്ത് ബോട്ടിൽ വന്ന് നമുക്ക് തന്ന് കാശ് മേടിക്കും. അവരത് ലൈവ്ലിഹുഡും ആക്കി. അതൊരു ടൂറിസം പ്രോജക്റ്റ് പോലെയാണ്. അവരവിടെ താമസിക്കുകയും ചെയ്യുന്നു. ഈ വെള്ളത്തിന് തടസ്സമില്ല, പ്രകൃതിയെ ഒരിക്കലും ദ്രോഹിക്കുന്നില്ല, അല്ലെങ്കിൽ അത് ദ്രോഹം അവർക്കായിട്ട് മാറുന്നു. അപ്പോൾ നമുക്ക് കേരളത്തിന് എന്ന് പറയുന്നത്, കേരളത്തിൽ ഈ പറഞ്ഞ 44 നദികളും ഏതാണ്ട് 8830 ജലാശയങ്ങളുമുണ്ട്, മറ്റ് ഇൻക്ലൂഡിങ് ടെമ്പിൾ പോണ്ട്സ്, അമ്പലക്കുളങ്ങൾ ഉൾപ്പെടെയുള്ളത് ഇത്രയും ഉണ്ട്. അപ്പോൾ നമുക്ക് CRZ എന്ന് പറയുന്ന ഒരു സംവിധാനം വന്നിട്ടുണ്ട്, കോസ്റ്റൽ റെഗുലേഷൻ സോൺ. നമ്മുടെ മരടിൽ 5 ഫ്ലാറ്റ് സമുച്ചയം നമ്മൾ പൊളിച്ചത് CRZൻ്റെ ആ ഹിസ്റ്ററി, ആ ഒരു ഇത് പറഞ്ഞിട്ടാണ്. പക്ഷേ അങ്ങനെ മറിച്ചിട്ട് നമുക്ക് കേരളത്തിൽ എവിടെയെങ്കിലും ജീവിക്കാൻ പറ്റുമോ? കേരളത്തിൽ ജീവിക്കാൻ പറ്റില്ല. കാര്യം ഇത്രയും ഉള്ളിടത്തെല്ലാം CRZ ആപ്ലിക്കബിൾ ആകും. അതുകൊണ്ട് തന്നെ CRZന് MS സ്വാമിനാഥൻ കമ്മീഷൻ പ്രത്യേക റിപ്പോർട്ട് കേരളത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. കാരണം 3.5 കോടി ജനം എവിടെ താമസിക്കും? ഇത് നേരത്തെ ഞാൻ പറഞ്ഞ സോഷ്യോളജിക്കൽ ഒരു പ്രശ്നമുണ്ടല്ലോ. എല്ലാവരും കുടുംബമാകുക, കല്യാണം കഴിക്കുക, കുടുംബമാകുക, വേറെ വീട് വയ്ക്കുക. അപ്പോൾ വയ്ക്കാനുള്ള സ്ഥലമില്ല, അതിനുള്ള നമുക്കുള്ള പ്ലേറ്റോസ് ഇല്ല. നമ്മളെവിടെയെങ്കിലും ഏതെങ്കിലും നദിക്കരയിൽ തന്നെ വെക്കണം. കോസ്റ്റൽ ഏരിയയിലുള്ളവർ കോസ്റ്റൽ ഏരിയയിൽ തന്നെ വയ്ക്കും. കോസ്റ്റൽ ഏരിയ ഏറ്റവും എക്സ്പെൻസീവ് ആണ് ലോകത്തെല്ലായിടത്തും, ഇൻക്ലൂഡിങ് നമുക്ക് നമ്മുടെ കൊച്ചിയിലെ മറൈൻ ഡ്രൈവും മറീന ബീച്ചും തന്നെ എടുത്താൽ മതി. വിദേശത്തൊന്നും പോകണ്ട, എല്ലാം എക്സ്പെൻസീവ് പ്ലേസ് അല്ലേ. പക്ഷെ അതെല്ലാം എത്രത്തോളം നമ്മൾ ബീച്ച്
പെടുന്നു എന്നൊക്കെ ഉള്ളതും അത് എവിടെ എങ്ങനെ കൺസ്ട്രക്ഷൻ നടത്തുന്നു എന്നൊക്കെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നയപരമായിട്ട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ തന്നെ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഒരു പോളിസി കൊണ്ടുവരണം. ഓക്കെ, ഹൗസിങ്ങിൻ്റെ ഒരു പോളിസി കൊണ്ടുവരണം. കമേഴ്ഷ്യൽ ബിൽഡിങ്സ് ഒരു പോളിസി വേണം. അതിന് വിട്ടുവീഴ്ച ഉണ്ടാകരുത്. ഇപ്പോൾ ഈ മരടിലെ കാര്യം എടുത്ത് പറഞ്ഞത് 5 എണ്ണം പൊളിച്ചു. അതുകൂടാതെ നമ്മുടെ VS അച്യുതാനന്ദൻ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ മൂന്നാറിൽ പൊളിച്ചു. അതൊരു ഒടുവിൽ പിന്നെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ന്യായീകരിക്കുന്നില്ല. VSൻ്റെ ഇടപെടൽ നല്ലതായിരുന്നു. ഭൂമി കയ്യേറി വീട് വയ്ക്കുന്നു, വീട് വയ്ക്കുന്നതിന് ഈ CRZ ഒന്നും മാനദണ്ഡമാക്കുന്നില്ല. വീട് മാത്രമല്ല, കമേഴ്ഷ്യൽ ബിൽഡിംഗ്, ഹോട്ടൽ. പക്ഷേ ഇതിന് പെർമിഷൻ കൊടുത്ത ആരാണ്? അന്നത്തെ അവിടുത്തെ ലോക്കൽ ബോഡീസാണ്. അപ്പോൾ അതിൻ്റെ ഉദ്യോഗസ്ഥരെയാണ് പണിഷ് ചെയ്യേണ്ടത്. അപ്പോൾ ആ രീതിയിലേക്ക് ഒരു ഇത്തരം വലിയൊരു മാസീവായിട്ട് നമ്മുടെ 18-ലെയും 19-ലെയും പ്രളയം പോലെ ഇന്നലത്തെ മഴയിലും ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഏതാണ്ട് 200 മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് ഇന്നലെ മാത്രം. 200 60 ലാൻഡ് സ്ലൈഡ് അല്ലാതെ വേറെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാകുന്നെങ്കിൽ ആളുകളെ നിർബന്ധിച്ച് വാട്ടർ ഫ്രണ്ടെന്നും പറഞ്ഞ് ചെന്ന് താമസിക്കരുത് എന്ന് പറയണം അവരോട്. ഓക്കെ, വാട്ടർ ഫ്രണ്ടൊക്കെ നിങ്ങളും ജീവിതം വാട്ടറായി പോകും എന്നുള്ള ബോധ്യം കൊടുക്കണം. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ കേരളത്തിൽ ഈ 44 നദികളുണ്ട്. അവിടെയൊക്കെ തന്നെ നമ്മൾ ഈ നിയമം പാലിച്ച് നമ്മുടെ ആളുകൾക്ക് സ്ഥലം കുറവാണ്. അപ്പോൾ അവർക്ക് അവിടെ വീട് വയ്ക്കാൻ നിർബന്ധിതരാകുന്നവരുമുണ്ട്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. MS സ്വാമിനാഥൻ കമ്മീഷൻ്റെ ഒരു റിപ്പോർട്ടിട്ട് നമുക്ക് ചില എക്സംഷൻസ് ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെ ആദ്യത്തെ അസംബ്ലിയിൽ തന്നെ അത്തരത്തിലുള്ള കോസ്റ്റൽ റെഗുലേഷൻ സോണിൻ്റെ നമ്പർ മാറ്റി 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞ് സോണുണ്ട്. 1, 2, 3 പെടുന്നവർക്ക് ഒരിടത്തും ആ ഭാഗത്ത് ഇത്ര മീറ്റർ 50 മീറ്റർ എന്നൊക്കെയാണ് കോസ്റ്റൽ ഏരിയ. CRZ വരും കോസ്റ്റൽ ഏരിയയിലാണ് 50 മീറ്റർ കഴിഞ്ഞേ വീട് വയ്ക്കാവൂ എന്നുള്ളതാണ്. ഈ നിയമം CRZ നിയമം വരുന്നതിന് മുമ്പ് വച്ച വീടുകൾ അവിടെ ഇരിക്കും. അതിന് ശേഷം പിന്നെ ആർക്കും മെയിൻ്റനൻസ് പോലും പറ്റില്ല. അപ്പോൾ MS സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടെന്ന് പറയുന്നത്, റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്, പണ്ടൊരു വീടുണ്ടായിരുന്നെങ്കിൽ അപ് ടു ദാറ്റ് പോയിന്റ് അവർക്ക് വീട് വയ്ക്കാം. വേറെ വീട് വയ്ക്കുകയോ റിനോവേഷൻ ചെയ്യുന്നതിന് പ്രശ്നമില്ല. പുതിയൊരാൾ സ്ഥലം മേടിച്ച് പുതിയൊരിടത്ത് വീട് വയ്ക്കുന്നതിന് ഈ 50 മീറ്റർ ബാധകമാണ്. ഈ കായലിൻ്റെയും നദിയുടെയും ഭാഗത്തൊക്കെ 30 മീറ്റർ. 110 മീറ്റർ ഉണ്ട് കോസ്റ്റൽ ഏരിയയിൽ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ സോണ് തിരിച്ചിട്ടാണ് ഇപ്പോൾ കുറച്ച് ഇളവ് കൊടുത്തിരിക്കുന്നത്. ഈ നെതർലൻഡ്സിലേക്കാണ് നമ്മൾ ഈ ഫ്ലഡ് മാനേജ്മെന്റിനെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടി നമ്മുടെ ആളുകൾ, പഴയ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പോയിരുന്നു. അന്ന് നമ്മുടെ രാജമാണിക്യൻ അദ്ദേഹമായിരുന്നു അംബാസിഡർ അവിടെ. അപ്പോൾ അവിടെയൊക്കെ ഒട്ടേറെ വാട്ടർ ബോഡീസ് ഉണ്ട്. അതിനടുത്തൊക്കെ എങ്ങനെയാണ് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത്? അവരെന്തൊക്കെ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് അത് ചെയ്യുന്നത്? അവിടെ നമ്മൾ ലിറ്ററലി നമുക്ക് അമേസിംഗ് ആയിട്ടുള്ള പ്ലേസാണ്. കാണാൻ അതിമനോഹരമാണ്. ആംസ്റ്റർഡാമൊക്കെ വലിയ നമ്മുടെ സ്നേക്ക് ബോട്ടുകൾ വലിയ വെള്ളത്തിലൊക്കെയാണ് ആളുകളെയൊക്കെ കൊണ്ടുപോകുന്നത്. പക്ഷെ അതൊക്കെ നീങ്ങുന്നതും പോകുന്നതും ഒക്കെ വളരെ അമേസിംഗ് ആയിട്ടുള്ള കാഴ്ചയാണ്. അവിടെയൊക്കെ ഈ പറഞ്ഞ ഇതുണ്ട്, നിയമമുണ്ട്, പോളിസിയുണ്ട്. അവിടെ നിന്ന് ഇത്ര ദുരന്തം വരുന്നില്ല. പിന്നെ അവിടെ ഡൈക്ക് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട് കടൽ തീരത്ത് ഡൈക്ക് DYKE. ഈ ഡൈക്ക് ഒരു അപ്പാർട്ട്മെൻറ്റ് സമുച്ചയങ്ങളുടെ ഒരു സ്ട്രക്ചറാണ് ഈ ഡൈക്ക് വെച്ചിരിക്കുന്നത്. ഇലക്ട്രിഫൈഡാണ്. കടൽക്ഷോഭം ഇപ്പം നമ്മൾ ജൂൺ, ജൂലൈ, ഓഗസ്റ്റാണ് നമ്മുടെ ഇവിടുത്തെ ഈ കടൽക്ഷോഭം സമയം പറയുന്നത്, ഹൈ ടൈഡ് ടൈം പറയും. അതുപോലെ അവർക്ക് അവിടെയുള്ള സമയത്തിന് ഈ ഡൈക്കുകൾ ഇത് കരയിലേക്ക് മാറ്റി വയ്ക്കുന്നത് മാനുവലല്ല, ഇലക്ട്രിഫൈഡാണ്. അത് തിരിച്ചിടുമ്പോൾ അതും കൂടെ മാറും. കടൽക്ഷോഭം വരും എന്ന് വരുമ്പോൾ അത് കടലിന് ഭിത്തിയായിട്ട് മാറും. ഓക്കെ, അതായത് ഒരു ഓട്ടോമാറ്റിക് കടൽ ഭിത്തിയായിട്ട്. ഓക്കെ, അല്ലാതെ നമ്മുടെ ഇവിടുത്തെ പോലെ അശാസ്ത്രീയമായിട്ട് വെറും പാറ കൊണ്ട് വെസ്റ്റേൺ ഗോഡ്സ് കംപ്ലീറ്റ് പൊളിച്ചുകൊണ്ടുവന്ന് കടപ്പുറത്ത് കടൽ ഭിത്തി ഉണ്ടാക്കുന്ന രീതിയല്ല. ഓക്കെ, ഇത് തന്നെ അശാസ്ത്രീയമാണ്. ഈ കടൽ ഭിത്തി, നമ്മുടെ ഇവിടെ കെട്ടുന്ന കടൽ ഭിത്തികൾ എന്താ കാര്യം? ഇത് കടൽ റെസീഡ് ചെയ്യുമ്പോൾ ഈ 3 മാസം കടൽ സർജുണ്ട്. അത് കഴിഞ്ഞത് റെസീഡ് ചെയ്യുമ്പോൾ പിന്നാക്കം വലിയുമ്പോഴേക്കും ഈ പാറയെല്ലാം അവിടെ കിടക്കും. ഇതിൻ്റെ മേളിൽ കൂടെ നമ്മുടെ ഇവിടെ പരമ്പരാഗതമായി 590 കിലോമീറ്ററിൽ പരമ്പരാഗത മത്സ്യബന്ധനം നടത്തുന്നവരാണല്ലോ അധികം പേരും. അവർ ചെല്ലുമ്പോൾ ഈ പാറയൊക്കെ ഇടിഞ്ഞ് വീണ് മണ്ണിനടിയിൽ പൊതിഞ്ഞ് കിടക്കും. കാല് വയ്ക്കുമ്പോൾ കാല് പാറക്കിടിയിലായിട്ട് കാല് ഒടിഞ്ഞു പോയ എത്രയോ പേരുണ്ട്. നെയ്യാർ ഡാമിലെ ചീങ്കണ്ണിയെക്കുറിച്ച് പറയുന്ന പോലെയാണ് ഈ കടൽ ഭിത്തിക്ക് വേണ്ടി പാറ ഇറക്കിയെടുത്ത് ആളുകൾ മത്സ്യബന്ധനത്തിന് പോകുന്ന മനുഷ്യർ അപകടത്തിൽ പെടുന്നത്. അല്ല, ഈ മുതലപ്പുഴയിലും മറ്റുമൊക്കെ പല മത്സ്യത്തൊഴിലാളി പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ ആ ശക്തമായിട്ടുള്ള തിരമാലകളിൽപ്പെട്ട് വള്ളം മറിയുന്നു,
തൊഴിലാളികൾ വെള്ളത്തിലേക്ക് വീഴുന്നു, ഇവരുടെ തലയും മറ്റും ഈ സൈഡിൽ ഇത്തരത്തിൽ നിരത്തിയിട്ടിരിക്കുന്ന പാറ, കടൽ ഭിത്തി നിർമ്മിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന പാറയിൽ ഇടിച്ചാണ് അവർ മരണം സംഭവിക്കുന്നത് എന്നൊക്കെയാണ് കാരണം അവരുടെ യാനങ്ങൾ തകരുന്നതും അങ്ങനെയാണ്. യാനങ്ങൾ തകരുന്നതും അങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ആ ഡൈക്ക് സിസ്റ്റം നമ്മുടെ നാട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പക്ഷേ ഡൈക്ക് ഓൺഷോറാണ്. ഓൺഷോറാണ്. ഇത് പറ്റിയിരിക്കുന്നത് നമ്മുടെ ബ്രേക്ക് വാട്ടർ സിസ്റ്റത്തിൻ്റെ അശാസ്ത്രീയതയാണ്. ഇത് ചെന്നൈ സയൻസ് ടെക്നോളജി അവരാണ് അത് ചെയ്തത്. അപ്പോൾ ഈ ഡൈക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തിരമാലകളുടെ ഹൈറ്റ് കുറയ്ക്കുക, അതിൻ്റെ വെഹിമൻസ് കുറയ്ക്കുക. അപ്പോൾ അതിനിങ്ങനെ ചുമ്മാ സ്ട്രെയിറ്റ് ആയിട്ട് കെട്ടിയാൽ പോരാ, വെർട്ടിക്കലായിട്ട് കെട്ടിയാൽ പോരാ. അതിനൊരു ചെറിയ അതിൻ്റെ കടലിൻ്റെ ഫ്ലോ എങ്ങോട്ടാണെന്നുള്ളത് നോക്കിയിട്ട് അത് പഠനം നടത്തണം. ഒരു വർഷത്തെ പഠനം നടത്തിയിട്ട് മാത്രം എന്നിട്ട് വേണം കെട്ടാൻ. കെട്ടുമ്പോൾ അത് ചെറിയ സ്ലാൻഡിങ്ങിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പ്രോഗ്രസീവിൽ ഹൈറ്റിലോട്ട് പോകും. കാരണം കടൽ അങ്ങോട്ട് പോകുമ്പോൾ ആഴം കൂടുന്നല്ലേ പറയുന്നത്. അതാണ് അതിൻ്റെ ഷേപ്പ് അങ്ങനെയാണ്. ഇത് ഇവിടെ ആണ് തീരം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ആഴം കൂടുന്നതല്ല, കടലിൻ്റെ ഹൈറ്റ് കൂടിയിരിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന ഈ കെട്ടി വരുന്ന കടൽ ഈ ബ്രേക്ക് വാട്ടർ അതിനും ഹൈറ്റ് കൂട്ടണം, പക്ഷെ അത് ചരിക്കുകയും ചെയ്യണം. ഏതെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ചരിച്ച് സാധാരണ രീതിയിൽ നേരെ വെർട്ടിക്കലായിട്ട് പോകുന്നതിൽ ഒരു അല്പം ചരിച്ച് കടലിൻ്റെ ഫ്ലോ എങ്ങോട്ടൊക്കെ ആണെന്നുള്ളത് നോക്കി പഠിച്ചിട്ട് ചെയ്തു കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറയുന്നത് അവിടെ എത്തുമ്പോൾ ആ തിരക്കുഴി ഒരു പറയുന്ന പേരാണ് തിരക്കുഴി. കടലിങ്ങനെ ഫോൾഡ് ചെയ്യുന്നത്, അതിൻ്റെ അവിടെ എത്തുമ്പോൾ ഇങ്ങനെ കടൽ ഈ തിരയുണ്ടാകുന്ന ഇങ്ങനെ ഈ അടിയിൽ നിന്നുള്ള വെള്ളം പൊങ്ങിയാണ് തിരമാലയായിട്ട് മാറുന്നത്. അപ്പോൾ അതിനെ സബ്സൈഡ് ചെയ്യിക്കുകയാണ് ഈ ബ്രേക്ക് വാട്ടർ. അതാണ് ഈ ബ്രേക്ക് വാട്ടർ എന്ന് പറയുന്നത്. ആ ബ്രേക്ക് വാട്ടർ സിസ്റ്റം ആ രീതിയിൽ ഡിസൈൻ ചെയ്താൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളുണ്ടാകില്ല. ഓക്കെ, നേരത്തെ പറഞ്ഞ ഈ നമുക്കെല്ലാം ഒരു പോളിസി ഉണ്ടാവണം. കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് ഹൗസിംഗ് പോളിസി വേണം, കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിന് ഒരു പോളിസി വേണം എന്ന് പറഞ്ഞു. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം പറഞ്ഞു, എല്ലാവരും ഇപ്പോൾ വീടിന് മുന്നിലൊക്കെ തന്നെ സ്ലാബുകളൊക്കെ ഇട്ട് വെള്ളം വേഗത്തിൽ ഒഴുകി പോകുന്നൊരു സംവിധാനം. അപ്പോൾ പണ്ടൊക്കെ എല്ലാവരും പറഞ്ഞിരുന്നത്, ഈ പരിസ്ഥിതി പ്രവർത്തകരൊക്കെ തന്നെ പറഞ്ഞിരുന്നത്, നമ്മുടെ കേരളം ഒരു ചരിഞ്ഞ ഭൂപ്രദേശമാണ്, മലയിൽ വെള്ളം മഴയിലൂടെ വരുന്നു, അത് മെല്ലെ ഒഴുകി പുഴയിലൂടെ മറ്റും ഒഴുകി. മാത്രമല്ല നമുക്ക് അതിനകത്ത് നമ്മൾ പറയുന്നു, നമ്മൾ സ്കൂൾ ഡേയ്സിൽ തന്നെ പഠിച്ച മലനാട് ഇടനാട് തീരപ്രദേശം. അതെ, അപ്പോൾ ഇടനാടിലൂടെയൊക്കെ കടലിലേക്ക് എത്താൻ, ഇടനാടിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രളയ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഈ ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായ നിർമ്മാണ രീതി തന്നെയാണോ ഈ വെള്ളം വേഗത്തിൽ ഒരു സ്ഥലത്തും സ്റ്റോർ ചെയ്യപ്പെടുന്നില്ല, വെള്ളം നേരെ ഒഴുക്കുകയാണ്? ലിയോ, ഇത് യഥാർത്ഥത്തിൽ പഠിക്കുന്ന ശാസ്ത്രജ്ഞർ പറയുന്നത്, പണ്ട് ലിയോ നമ്മൾ ഓർത്ത പഴയ നമ്മുടെ കുട്ടിക്കാലം എന്ന് പറയുന്നത് ഒരു മഴ പെയ്ത മൺസൂൺ മഴ എന്നൊക്കെ പറയുന്നത് ചേസിങ് ദ മൺസൂൺ, അലക്സാണ്ടർ ഫ്ലൈറ്ററിൻ്റെ ചേസിങ് ദ മൺസൂൺ. അത് ഇന്നും വിൽക്കുന്ന ഏറ്റവും ഹോട്ട് സെല്ലിങ് ബുക്കാണ്. അപ്പനും മകൻ, ആ കുഞ്ഞായിരുന്ന മകനെയും കൊണ്ട് അപ്പൻ വന്ന് ഈ മൺസൂൺ, ഇന്ത്യയിലെ മൺസൂൺ, കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ മൺസൂൺ പഠിച്ച് എല്ലാ വർഷവും വന്ന് ആസ്വദിച്ച് പഠിച്ചിട്ടാണ് ചേസിങ് ദ മൺസൂൺ എന്ന് പറഞ്ഞ ബുക്ക് തന്നെ എഴുതിയിരിക്കുന്നത്. ബെസ്റ്റ് സെല്ലറാണ്. അപ്പോൾ അത് ഈ സൂചി പോലെ ഇങ്ങനെ ചരിഞ്ഞ് മഴ പെയ്യും. ഞാനും ആസ്വദിച്ചിട്ടുള്ളതാണ്. ഈ കുട നമ്മൾ തലയ്ക്ക് മുകളിലല്ല പിടിക്കേണ്ടത്, മഴ പെയ്യുമ്പോൾ ചരിച്ച് പിടിക്കണം, അല്ലെങ്കിൽ ദേഹം മൊത്തം നനയും. ഇതിങ്ങനെ സൂചിയായിട്ട് ഇങ്ങനെ ചരിഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ മനോഹാരിത അത് അതിഗംഭീരമാണ്. അപ്പോൾ ഇത് ഞാൻ അനുഭവിച്ചതും കൂടെയാണ്. പക്ഷേ നമ്മൾ ആരായാലും ഈ ചേസിങ് ദ മൺസൂൺ വായിച്ചാൽ എൻറ്റയർ ഇന്ത്യയിലെ മൺസൂണിൻ്റെ കാര്യത്തെക്കുറിച്ച് നല്ലൊരു പിക്ചർ കിട്ടും. അതൊരു വിദേശി എഴുതിയിരിക്കുന്നു എന്നുള്ളതാണ്, അതിമനോഹരമാണ്. അപ്പം ആ മനോഹാരിത മാറി. ഇപ്പോൾ ഭയമാണ്. ഇപ്പോൾ ഈ മൺസൂണിന് ചേസ് ചെയ്യാൻ ആർക്കും പറ്റില്ല. ഇപ്പം മൺസൂൺ എന്ന് പറയുന്ന ആസ്വാദ്യകരമായ ഒരു സംഭവമല്ല. ഇതെല്ലാം ഇപ്പോൾ കണ്ടില്ലേ, തുള്ളിക്കുടം എന്നുള്ള രീതിയിലായി. സൂചിമഴയല്ല പെയ്യുന്നത്, ഒരു കുടം വെള്ളമാണ് ഒരു തുള്ളിയായി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ ആർക്കും അത് അഫോർഡബിൾ അല്ല. ആസ്വദിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നേ ഉള്ളൂ. അതൊക്കെ ഒരു ഭീകര സംഭവം. അപ്പോൾ ഇപ്പോൾ സംഭവിക്കുന്നത് ഈ ക്ലൗഡ് ബേസ്റ്റിലൂടെ മോർ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ, അല്ലേ, കൂടുതൽ വെള്ളം ഒരു സ്ഥലത്തേക്ക് പതിക്കുന്നു, അവിടെ നിന്നും അത് കുത്തൊഴുക്കായി പോകുന്നു. അത് മലമ്പ്രദേശമാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഉരുൾപൊട്ടലുണ്ടാകുന്നു, ഇല്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സ്ഥലത്ത് എന്തൊക്കെയാണോ അതിൻ്റെ പാതയിലുള്ളത് അതെല്ലാം എടുത്തുകൊണ്ട് പോകുന്നു. വേഗത്തിൽ ഈ വെള്ളത്തെ പിടിച്ചു നിർത്താനോ അത് ഭൂമിയിലേക്ക് താഴ്ത്തി കൊണ്ടുപോകാനോ വയലുകളെല്ലാം തന്നെ ഇപ്പോൾ ഇല്ലാതായിരിക്കുകയാണ്. പണ്ട് വയലുണ്ടായിരുന്നു, അതുപോലെ തന്നെ മലകളിൽ വെള്ളം സ്റ്റോർ ചെയ്യപ്പെട്ടിരുന്നു. ഇതൊന്നും ഇല്ലാതായിരിക്കുകയാണ്. നമ്മുടെ പ്രകൃതിയെ നശിപ്പിച്ചത് കൊണ്ട് തന്നെ ഈ പ്രകൃതിയെ ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് തോന്നിയത്. ഹ്യൂമൻ ഇൻ്റർവെൻഷനാണ്. ഇനിയിപ്പോൾ എനിക്കറിയാൻ താല്പര്യമുള്ളത്, ഇത്തരത്തിലുള്ള ഈ മിന്നൽ പ്രളയങ്ങളെ, അതുപോലെയുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളെ വളരെ വേഗത്തിൽ തിരിച്ചറിഞ്ഞ് മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനം നമുക്ക് എത്രത്തോളം? നമ്മളിപ്പോൾ ഈ സാറ്റലൈറ്റ് ടെക്നോളജിയിലൊക്കെ തന്നെ നമ്മൾ വളരെ മുന്നോട്ട് പോയിട്ടുണ്ടല്ലോ.
എല്ലാ സംവിധാനവും ഉണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ ഈ സ്ലഗിഷ് വാട്ടർ അല്ലെങ്കിൽ ഈ വാട്ടർ ബോഡീസ് ഇങ്ങനെ കെട്ടി നിൽക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് കൂടെ ഒന്ന് പറയേണ്ടി വരും. പള്ളിക്കരയെന്നോ പറഞ്ഞിട്ട് ചെന്നൈയിലൊരു സ്ഥലമുണ്ട്. അതാണ്ട് 110 ഹെക്ടർ ഏക്കർ ഭൂമിയായിരുന്നു. അവിടെ 7 വർഷത്തിന് മുമ്പ് അവിടെ ഈ ടെക്നോ പാർക്ക് പോലുള്ള സംഭവം വന്നു. അതങ്ങ് നികത്തി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ അവിടുത്തെ ഈ പള്ളിക്കരയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഈ സ്ലഗിഷ് ബോഡിയാണ്. അവിടെ വെള്ളം റീചാർജ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ടാണ് എൻറ്റയർ ചെന്നൈയിലും പരിസര പ്രദേശത്തും കുടിവെള്ളം കിട്ടിയിരുന്നത്. അവിടെ ഇപ്പോൾ ടെക്നോ പാർക്ക് വന്നപ്പോൾ അതില്ലാതായി. കഴിഞ്ഞ 7 വർഷത്തിന് മുമ്പ് മഹാപ്രളയം ഉണ്ടായി, ഭീകര പ്രളയം ഉണ്ടായി. ഹോട്ടലുകൾ ആളുകൾ ഉപേക്ഷിച്ചു, വീടുകൾ ആളുകൾ ഉപേക്ഷിച്ചു, മലയാളികൾ ഉൾപ്പെടെ അവിടെ സെറ്റിൽ ചെയ്തവരൊക്കെ തിരിച്ചു വന്നു. അത്തരം പ്രശ്നമാണ്. അപ്പോൾ അത്തരം സാധനങ്ങൾ നമുക്കിവിടെ വേണം. പ്രളയവും അതുപോലെ തന്നെ വരൾച്ചയും രൂക്ഷമാണ്. അല്ല, പക്ഷേ ചെന്നൈയിലെ കുടിവെള്ളം ഉൾപ്പെടെ കിട്ടിക്കൊണ്ടിരുന്നത് ഈ പള്ളിക്കരയിൽ നിന്നാണ്. അപ്പോൾ അവിടെ കുടിവെള്ളത്തിനും മുട്ടുണ്ടായി, എല്ലാം പ്രശ്നമായി, കുടിവെള്ളത്തിനും പ്രശ്നമായി. അത് കഴിഞ്ഞ് വന്നപ്പോൾ മഹാപ്രളയം. കാരണം ഈ വെള്ളം സ്റ്റോറേജ് ചെയ്യേണ്ട ഈ സ്ലഗിഷ് ലാൻഡ് നികത്തി റിക്ലമേഷൻ നടത്തി. അതുകൊണ്ട് പറ്റിയ ഒരു അപകടമാണ് അവിടെ അന്നുണ്ടായത്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്ക് കേരളത്തിലും സംഭവിക്കാൻ സാധ്യതയുള്ളത്. നമുക്ക് ആൾവാസം ഉള്ള ജനസംഖ്യ കൂടുതലുള്ള ചെറിയ ഭൂമിയുള്ള സ്ഥലമായതുകൊണ്ട് നമ്മളെല്ലാവരും വീട് വയ്ക്കുന്നു. ഇപ്പോൾ വെർട്ടിക്കൽ കൺസ്ട്രക്ഷനാണ് ഇപ്പോൾ അഡ്വൈസബിൾ ആയിരിക്കുന്നത്. പക്ഷേ വെർട്ടിക്കൽ കൺസ്ട്രക്ഷൻ ചുമ്മാ കൊണ്ടുവയ്ക്കരുത്. സോയിലിൻ്റെ സ്ട്രെങ്ത് പഠിക്കണം. പഠിച്ചിട്ട് എവിടെയൊക്കെ എന്തൊക്കെ ആകാവൂ എന്നുള്ളൊരു നയമാണ് സർക്കാർ രൂപീകരിക്കേണ്ടത്. കാരണം എല്ലാവർക്കും വീട് വേണമല്ലോ. എല്ലാവരുടെയും നമ്മുടെ ഒരു സാമൂഹിക സോഷ്യോളജിക്കൽ ചിന്ത അനുസരിച്ച് എല്ലാവർക്കും വീട് വേണം. അപ്പോൾ അതിനെങ്ങനെ ഫീസിബിളായിട്ടുള്ള ലാൻഡിൽ എങ്ങനെയുള്ള ഡെവലപ്മെൻറ്റ്സ് ആകാം. ഭൂമി എത്ര ഉണ്ടോ ആ ഭൂമി ഉള്ളവൻ അങ്ങനെ എല്ലായിടത്തും എന്തും വേണോ തോന്നിയാസം ചെയ്യാം എന്നുള്ള രീതിയിൽ പറ്റില്ല, മത്സരിക്കാൻ പറ്റില്ല എന്നൊരു നിയമം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൊണ്ടുവന്നെങ്കിൽ ഇത് നടക്കും. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഈ കാലാവസ്ഥ സോറി, നമ്മൾ അതിനകത്ത് മാറിപ്പോയി. ഇത് കാലാവസ്ഥ നമുക്ക് മുന്നറിയിപ്പ് തരുന്ന IMD ഉണ്ട്, ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡയറക്ടറേറ്റ്, നമ്മുടെ ഇവിടെ തന്നെ വെള്ളയമ്പലത്തുള്ളത്. ഇതുപോലെ തന്നെ ഇതിനെ എല്ലാത്തിനെയും കണക്ട് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാവർക്കും സോഴ്സായിട്ടുള്ള ഇൻഫർമേഷൻ സോഴ്സ് എന്ന് പറയുന്ന ഇൻകോയ്സ് എന്ന് പറഞ്ഞാൽ ഹൈദരാബാദിലുള്ളതാണ്. ഇന്ത്യൻ നാഷണൽ സെൻറ്റർ ഫോർ ഓഷൻ ഇൻഫർമേഷൻ സയൻസ്, ഇൻകോയ്സ്. ഒരു വലിയ ഓഫീസാണ്. ഏതാണ്ട് 300-500 ഏക്കർ സ്ഥലത്തിനകത്തുള്ളൊരു ഓഫീസാണ്. ഞാൻ പോയിട്ടുണ്ട്. അവിടെ നമ്മുടെ ഈ ഡിജിറ്റൽ ഇതുണ്ട്, വലിയൊരു സിസ്റ്റമുണ്ട്, പാനലുണ്ട്. അതിനകത്ത് എല്ലാ മഹാസമുദ്രങ്ങളുടെയും കാഴ്ച കാണാൻ പറ്റും. സമുദ്രങ്ങളിൽ അവിടെയൊക്കെ ഉണ്ടാകുന്ന കാറ്റിൻ്റെയും ഈ റിപ്പിൾ, ചെറിയ എന്താ പറയുക ചലനങ്ങൾ പോലും ഇതിനകത്ത് ഇവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒഴുക്ക് ഡയറക്ഷൻ കണ്ടിട്ട് ഇവർക്ക് പറയാൻ പറ്റും എവിടെ ഏത് ഭാഗത്ത് മഴ പെയ്യും, എവിടെ ഏത് കടൽക്ഷോഭം ഏത് ഭാഗത്തുണ്ടാകും എന്നുള്ളത് പറയും. അപ്പോൾ ഇൻകോയ്സ് അത് ശക്തമായൊരു സെൻറ്ററാണ്. വളരെ നല്ല, എനിക്ക് തോന്നുന്നു യൂറോപ്യൻ യൂണിയനെയും അമേരിക്കയും ഒക്കെ പോലെ തന്നെ നല്ല ഫെസിലിറ്റിയുള്ള ശാസ്ത്രജ്ഞന്മാരുള്ള സ്ഥലമാണ്. ഇനി മറ്റൊരു കാര്യം, നമുക്കെല്ലാവർക്കും സന്തോഷിക്കാവുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇൻകോയ്സിൻ്റെ ഡയറക്ടർമാരാണ് നമ്മുടെ ഇസ്രോയുടെയും ചെയർമാൻമാരായിട്ട് വരാറുള്ളത്. ഇൻക്ലൂഡിങ് ഈ കഴിഞ്ഞ തവണ ഇപ്പം റിട്ടയർ ചെയ്ത ശ്രീ സോമനാഥ്. ഈ പർട്ടിക്കുലർ സോമനാഥിനെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ശാസ്ത്ര സാങ്കേതിക വികസനത്തിൻ്റെ ഉപദേഷ്ടാവാക്കി എടുത്തിരിക്കുന്നത്. അതിനു മുമ്പുണ്ടായിരുന്ന രാധാകൃഷ്ണൻ, അതിനു മുമ്പുണ്ടായിരുന്ന മാധവൻ നായർ, ഇവരെല്ലാം തന്നെ ഇൻകോയ്സ് എന്ന് വരുന്നവരാണ്. അപ്പോൾ ഇൻകോയ്സ് സമുദ്ര ഗവേഷണ കേന്ദ്രത്തിൽ നിന്നുള്ളവർക്ക് എങ്ങനെയാണ് ബഹിരാകാശത്തെക്കുറിച്ച് പഠിക്കുക എന്ന് പറയുന്ന ഒരു ഐറണി നമുക്ക് പെട്ടെന്നൊരു ചിന്തയ്ക്ക് കിട്ടാത്തതാണ്. വേറൊന്നുമില്ല, ഈ മഹാസമുദ്രം വഴി നമ്മൾ മറ്റേ ഒപ്റ്റിക്കൽ ഫൈബർ ഇട്ടിട്ടാണ് ഈ സാറ്റലൈറ്റുകളെല്ലാം കണക്ട് ചെയ്യുന്നത്. ഈ സമുദ്രമാണ് ലോകം മൊത്തം ഉള്ളത്. ഈ സമുദ്രത്തിലൂടെയാണ് ഈ ഒപ്റ്റിക്കൽ ഫൈബർ ഇട്ടിട്ട് ഈ സാറ്റലൈറ്റുകളുടെ വിക്ഷേപണവും സാറ്റലൈറ്റുകളെ നിയന്ത്രിക്കുന്നതും സാറ്റലൈറ്റ് ഇൻഫർമേഷൻ നമുക്ക് കരയ്ക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഈ ബഹിരാകാശ നമ്മുടെ കേന്ദ്രത്തിൻ്റെ ചെയർമാൻമാരാകുന്നവർ ഇൻകോയ്സ് എന്ന് വരുന്നതെന്ന് പറയുന്നത്. സമുദ്രശാസ്ത്രം അറിയുന്നവർക്ക് യഥാർത്ഥത്തിൽ ഈ സാറ്റലൈറ്റുകളെ കുറിച്ച്, ഉപഗ്രഹ വിക്ഷേപണത്തെയും ഉപഗ്രഹങ്ങളുടെ വികസനത്തെയും സയൻസിനെയും കുറിച്ച്, ക്ലൈമറ്റ് സയൻസിനെ കുറിച്ച് പറയാൻ അറിയാൻ പറ്റുള്ളൂ. ഏതായാലും മിന്നൽ പ്രളയം ഇന്ന് ഒരു പുതുമയില്ലാത്ത പ്രതിഭാസമായിരിക്കുകയാണ്. വളരെ അപകടകരമായ ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഇതിൻ്റെ ഇൻ്റർവെൽ കുറഞ്ഞു വരും, അതായത് ഫ്രീക്വൻസി കൂടിക്കൊണ്ടിരിക്കും. കൂടുതൽ മിന്നൽ പ്രളയങ്ങൾ കേരളത്തിൽ ഉണ്ടാകുമെന്ന അർത്ഥം. ആ രീതിയിലാണ് ഗ്ലോബൽ വാർമിങ്ങിനെ തുടർന്നുണ്ടായ സ്ഥിതിവിശേഷങ്ങൾ ചെന്ന് എത്തി നിൽക്കുന്നത്.
അതൊന്ന്. രണ്ട്, ഇതൊക്കെ തന്നെ അറിയിക്കുവാനുള്ള സംവിധാനം നമുക്കുണ്ട്. പിന്നെ എന്തുകൊണ്ട് അത് തടഞ്ഞുകൂടാ എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കയ്യിലല്ലല്ലോ. പക്ഷേ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കുറേയേറെ കാര്യങ്ങളുണ്ട്. സർക്കാരിനൊരു പോളിസി ഉണ്ടാകണം. ഇവിടുത്തെ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ ഭേദഗതി അടിയന്തരമായി കൊണ്ടുവരേണ്ടതുണ്ട്. നമുക്ക് തോന്നിയതുപോലെ ഈ ഭൂമിയിൽ കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കുവാനുള്ള അവകാശമല്ല വേണ്ടത്. ഭൂമിക്ക് ഇണങ്ങിയതുപോലെ പരിസ്ഥിതിയെ വേദനിപ്പിക്കാതെ തകർക്കാത്ത രീതിയിൽ നമ്മൾ താമസത്തിന് വേണ്ട കെട്ടിടങ്ങൾ നിർമ്മിക്കുക. കാരണം ഇത് നമ്മൾ ഇന്നത്തെ താമസക്കാർ മാത്രമാണ്, ഇത് ഭാവിയുടെ തലമുറകൾക്ക് അവകാശപ്പെട്ടതാണ് ഈ ഭൂമി. ആ ഒരു ചിന്ത നമുക്ക് ഉണ്ടാകണം. നമ്മുടെ മക്കൾ തന്നെയാണ്, അവരുടെ മക്കൾ തന്നെയാണ് വരാൻ പോകുന്നത്. നമ്മുടെ തലമുറകൾ ഇനിയും ഈ ഭൂമിയിൽ അധിവസിക്കണം എന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ജീവിക്കേണ്ടത് വളരെ വലിയ ഉത്തരവാദിത്തത്തോടു കൂടി ആയിരിക്കണം. നമുക്കിപ്പോൾ ഈ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ നിന്ന് തന്നെ ഒരു താല്പര്യവുമില്ലല്ലോ. എല്ലാവരും വിവാദത്തിന് പിന്നാലെ, രാഷ്ട്രീയത്തിന് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ വളരെ അടിസ്ഥാനപരമായി താങ്ങി നിർത്തുന്ന ഒട്ടേറെ കാര്യങ്ങൾ ഈ ഭൂമിയിലുണ്ട്. അതുകൂടി നമ്മൾ അറിയുക, അറിഞ്ഞ് ജീവിക്കുക. വളരെയധികം നന്ദി ഇത്രയും സമയം ടോക്കിംഗ് പോയിൻറ്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.